ഇത് കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ഉണ്ടായി വരുന്നത് കണ്ടോ. ബീട്രൂട്ട് പിടിച്ച് കിട്ടുമെന്ന് പോലും നമ്മൾ വിചാരിച്ചല്ല. അപ്പം നമുക്ക് ബീട്രൂട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതൊരെണ്ണം. അപ്പോൾ നമുക്കിനി മീതെ കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെയുണ്ടേ. ഇങ്ങനെയാണ് ബീട്രൂട്ട് ഉണ്ടായി വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ്. ഞാൻ ഈ കുട്ടയിൽ നിറച്ചും കരികില ഇട്ടിട്ട് അതിൻ്റെ മീതെ മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. വേറെ വളമൊന്നും നമ്മൾ മുമ്പ് ഇതിന് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അത് ഞാൻ എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ അന്ന് പാകിയ ബീട്രൂട്ടിൻ്റെ ചെറിയ തൈകളാണിതൊക്കെ. ഇതൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്കിത് മൊത്തം കിട്ടിയില്ലെങ്കിലും ഒരു ബീട്രൂട്ട് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. ഏതായാലും ഒരു 3-4 എണ്ണമെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കിനി ഇതിൻ്റെ ചുവട്ടിലേക്ക് വളം ഇട്ട് കൊടുക്കാം. വളം ഇട്ട് കൊടുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും ചാണകപ്പൊടിയാണ്. ചെറിയ ചെറിയ കളകളാണ് നിൽക്കുന്നത്. കളകൾ പറിക്കാൻ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചുവടും കൂടെ പോകുന്നത് പോലെയാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നിപ്പ്. ഇത് മൊത്തം ചീര നമ്മുടെ വളമെല്ലാം കൊണ്ടുപോയി. ഇതുപോലെ നിങ്ങളും ബീട്രൂട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ അധികമായിട്ടൊന്നും ഇതിനകത്ത് വെള്ളം ഒഴിക്കാറില്ല. കൊട്ടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. പൊട്ടിയ കൊട്ടയായിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഹോൾസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അധികമായിട്ട് അങ്ങ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. അധികമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇതൊക്കെ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.